നമസ്കാരം, ഞാൻ ഡോക്ടർ അഖിൽ തോമസ് ജേക്കബ്, കൺസൾട്ടന്റ് സർജിക്കൽ ഓങ്കോളജി, മുത്തൂർ ക്യാൻസർ സെന്റർ, കോഴഞ്ചേരി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കുടലിന്റെ ക്യാൻസറിനെ കുറിച്ചാണ്, അഥവാ കോളൻ ക്യാൻസർ. കുടലിന്റെ ക്യാൻസറിനെ രണ്ട് അസുഖങ്ങളുടെ സമ്മിശ്രമാണ് കുടലിന്റെ ക്യാൻസർ. ഒന്ന് വൻകുടലിൽ മാത്രമായുള്ള ഭാഗത്തിന്റെ ക്യാൻസർ, അതായത് കൊളോണിക് ക്യാൻസർ, അല്ലെങ്കിൽ മലദ്വാരത്തിന്റെ മുകളിലായിട്ടുള്ള ഭാഗത്തിന്റെ ക്യാൻസർ, അതായത് റെക്ടൽ ക്യാൻസർ. ഇത് രണ്ടിന്റെയും ചികിത്സാ രീതിയിൽ അല്പ വ്യത്യാസമുണ്ട്. അത് ചികിത്സയുടെ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിന് വ്യത്യാസമുണ്ട്, അതിന്റെ പ്രോഗ്നോസിസിൽ വ്യത്യാസമുണ്ട്, അസുഖം എവിടെയൊക്കെ വ്യാപിക്കുന്നു എന്നുള്ളതിന്റെ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് രണ്ട് അസുഖങ്ങളും ഇന്ന് നമുക്ക് ചിന്തിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായി കുടലിന്റെ ക്യാൻസർ ആർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്താണ് ക്യാൻസർ ഉണ്ടാക്കാൻ ഉള്ള കാരണങ്ങൾ എന്ന് നമുക്കിത് ചിന്തിക്കാം. ഒന്ന്, ജനിതകമായുള്ള വ്യത്യാസം ഓരോ വ്യക്തികളിലും ഉണ്ട്. ചില കുടുംബങ്ങളിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഒരു 40% കുടലിന്റെ ക്യാൻസറും ജനിതകമായുള്ള വ്യത്യാസം കാരണം ഉണ്ടാകുന്ന ക്യാൻസറുകളാണ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത് HNPCC അഥവാ ലിഞ്ച് സിൻഡ്രോം, അല്ലെങ്കിൽ ഹെറിഡിറ്ററി നോൺ പോളിപ്പോസിസ് കോളറക്ടൽ ക്യാൻസർ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഇങ്ങനെയുള്ളവരിൽ കുടലിന്റെ ക്യാൻസർ കൂടാതെ ഗർഭാശയത്തിന്റെ ക്യാൻസർ, അണ്ഡാശയത്തിന്റെ ക്യാൻസർ, അതുപോലെ ആമാശയത്തിന്റെ ക്യാൻസർ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ FAP അതായത് ഫാമിലിയൽ അഡിനോമാറ്റോസ് പോളിപ്പോസിസ് എന്നുള്ള രോഗമുള്ളവർക്ക് ഒരു 25 തൊട്ട് 30 വയസ്സിനുള്ളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത ഏകദേശം 100%. എന്നാൽ ഈ അസുഖം എല്ലാവരിലും ഇല്ല. ഇത് വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു അസുഖമാണ്. അത് കാരണം തന്നെ ഇത് കാരണമുള്ള ക്യാൻസറും കുറവാണ്. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിനായി നമുക്ക് ജനിതകമായിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക്, അതായത് കുടുംബത്തിൽ പലർക്ക് ഒന്നിൽ കൂടുതൽ ജനറേഷണൽ ക്യാൻസർ ഉള്ളവർക്ക്, ഒരു ജനറേഷൻ തന്നെ പലർക്കായിട്ട് ക്യാൻസർ ഉള്ളവർക്ക്, ഇങ്ങനെയുള്ള ഹിസ്റ്ററി ഉള്ളവർക്ക് നമുക്ക് ജനറ്റിക് രോഗമുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടി ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ടെസ്റ്റിംഗ് ചെയ്ത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ളവരാണെങ്കിൽ അവർക്ക് കൊളനോസ്കോപ്പി പോലുള്ള ടെസ്റ്റുകൾ ചെയ്ത് അസുഖം ഉണ്ടായിട്ടുണ്ടോ അല്ലെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടറാണ് നമ്മുടെ ആഹാര ക്രമീകരണത്തിലുള്ള വ്യത്യാസം. മലയാളിക്ക് ഏറ്റവും ഇഷ്ട ഭക്ഷണമാണ് പൊറോട്ടയും ബീഫും. ഇത് രണ്ടും അപകടകാരികളാണ്. സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ, അതായത് വല്ലപ്പോഴും ഒരു പൊറോട്ട കഴിക്കുകയോ അല്ലെങ്കിൽ ബീഫ് കഴിക്കുകയോ ചെയ്യുന്നതല്ല, സ്ഥിരമായി ഇത് കഴിക്കുകയും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യത കൂടും. അപ്പോൾ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അണുക്കൾ ഈ കുടലുമായിട്ട് ബന്ധപ്പെടുവാനും അങ്ങനെ ക്യാൻസറിന്റെ തുടക്കം വരുവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായി നമ്മുടെ കുടലിനകത്തെ നോർമലായിട്ടുള്ള ബാക്ടീരിയയിലുള്ള വ്യത്യാസം വരുത്തും. അതായത് നോർമലായിട്ട് നമ്മുടെ കുടലിനെ സംരക്ഷിക്കുന്ന ബാക്ടീരിയയും ഉണ്ട്, കുടലിന് അസുഖം വരുത്താൻ സാധിക്കുന്ന ബാക്ടീരിയയും ഉണ്ട്. ഈ പൊറോട്ട ഒക്കെ കഴിക്കുന്നവരിൽ കൂടുതൽ സമയമെടുക്കും മലം പോകുവാൻ വേണ്ടി, മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അഴുക്ക് ബാക്ടീരിയ കൂടുകയും നല്ല ബാക്ടീരിയ കുറയുകയും ചെയ്യും. അപ്പൊ അതിലൂടെ തന്നെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമതായിട്ട് പുകവലിയും മദ്യപാനവും ക്യാൻസറിന് ഒരു റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് എപ്പോഴും കാണുന്നതാണ്. കുടലിനും അത് ചെറിയൊരു തോതിൽ അതൊരു റിസ്ക് ഫാക്ടർ ആയിട്ട് തന്നെ ഉണ്ട്. പിത്തസഞ്ചിയുടെ സർജറി കഴിഞ്ഞവർക്കും കുറച്ച് കുടലിലുള്ള ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായെന്നുള്ള സ്റ്റഡീസ് കാണുന്നുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കണ്ടു. രണ്ടാമതായി, ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും കുടലിന്റെ ക്യാൻസർ ആണ് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുകയും അതുപോലെ ചികിത്സ നേരത്തെ കൊടുത്താൽ അസുഖം വ്യാപിക്കാതിരിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു തരം ക്യാൻസർ ആണ് കുടലിന്റെ ക്യാൻസർ. അപ്പോൾ എങ്ങനെയാണ് കുടലിന്റെ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? ഒന്ന്, ഏറ്റവും നമ്മൾ അറിയുന്നത് കൊളനോസ്കോപ്പി എന്ന ടെസ്റ്റാണ്. അതായത് മലദ്വാരത്തിൽ കൂടെ ഒരു കുഴൽ കടത്തി നമുക്ക് കുടലിനുള്ളിൽ ക്യാൻസറിന്റെ കോശങ്ങളുണ്ടോ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള ചേഞ്ചസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഗ്രോത്തോ അല്ലെങ്കിൽ പോളിപ്പോ കാണുകയാണെങ്കിൽ അത് ബയോപ്സിക്ക് വിടുകയും അതിനകത്ത് അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കൊളനോസ്കോപ്പി അല്ലെങ്കിൽ സിഗ്മോഡോസ്കോപ്പി എന്ന ടെസ്റ്റുകളാണ്. ഇതൊരു 45 വയസ്സിന് മുകളിലുള്ളവർക്കാണ് സാധാരണ ചെയ്യാൻ റെക്കമെൻഡഡ് ആയിട്ടുള്ളത്. 5 തൊട്ട് 10 വർഷത്തിന് ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയാവും ഈ കൊളനോസ്കോപ്പി അല്ലെങ്കിൽ സിഗ്മോഡോസ്കോപ്പി. ഇതല്ലാതെ മലം നമുക്ക് ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഏത് ക്യാൻസർ ഉണ്ടായാലും അവിടെ നിന്ന് രക്തം പൊടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മലത്തിൽ രക്തത്തിന്റെ അംശമുണ്ടോ എന്ന് നോക്കിയാൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനാണ് ഫീക്കൽ ഓക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കണ്ണിന് പോലും കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള രക്തം മലത്തിലുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനും അങ്ങനെ ഉണ്ടെങ്കിൽ തുടർ ചികിത്സയും അല്ലെങ്കിൽ കൊളനോസ്കോപ്പി പോലുള്ള ടെസ്റ്റുകളും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. മൂന്നാമതായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മലത്തിനുള്ളിൽ തന്നെ ക്യാൻസറിന്റെ കോശങ്ങളുടെ ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള സ്പെസിഫിക് ടെസ്റ്റുകളുണ്ട്. അപ്പൊ ഈ 3 ടെസ്റ്റുകളാണ് സാധാരണ കുടലിന്റെ ക്യാൻസർ ഉണ്ടോ എന്നറിയാൻ നമ്മളെ സഹായിക്കുന്നത്. സ്ഥിരം ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുടലിൽ ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ റെക്കമെൻഡഡ് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ഒന്നും കുടലിന്റെ ക്യാൻസർ അറിയാൻ വേണ്ടി ഉള്ളതല്ല.
CE എന്ന ഒരു ടെസ്റ്റാണ് പലരും ഒരു എക്സിക്യൂട്ടീവ് ചെക്ക് പാക്കേജിലായിട്ടൊക്കെ ചെയ്യാറുള്ളത്. എന്നാൽ ഇതൊരു ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് ടൂൾ അല്ല. ക്യാൻസർ ഉണ്ടോ എന്നറിയാൻ വേണ്ടി വെറുതെ ചെയ്ത് നോക്കേണ്ട ഒരു ടെസ്റ്റ് അല്ല ഈ CE എന്ന് പറയുന്നത്. ക്യാൻസർ ഉള്ളവർക്ക് അതിന്റെ വ്യാപ്തിയും അതിന്റെ അളവും എത്രയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് ഈ CEM എന്ന് പറയുന്ന ടെസ്റ്റ്. അപ്പോൾ CE ടെസ്റ്റ് റെക്കമെൻഡഡ് അല്ല സ്ക്രീനിങ്ങിന് വേണ്ടി. അത് അസുഖം ഉള്ളവർക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ ആർക്കൊക്കെ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കേട്ടു, എങ്ങനെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാമെന്നുള്ളത് കേട്ടു. ഇനി നമ്മൾ ചികിത്സയുടെ ഭാഗമാണ്. ചികിത്സ, എല്ലാ ക്യാൻസറിന്റെ ചികിത്സയും 3 രീതിയിലാണ് ഉള്ളത്. ഒന്ന് സർജറി, അതായത് ശസ്ത്രക്രിയ വഴി ക്യാൻസർ നീക്കം ചെയ്യുക. രണ്ടാമത് റേഡിയേഷൻ, അതായത് എക്സ്റേ പോലുള്ള കഠിനമായ റേഡിയേഷൻ ലൈറ്റ് ഉപയോഗിച്ച് ക്യാൻസറിന്റെ കോശങ്ങളെ കരിച്ചു കളയുക എന്നുള്ളതാണ്. മൂന്നാമത് കീമോതെറാപ്പി അല്ലെങ്കിൽ സിസ്റ്റമിക് തെറാപ്പി എന്നുള്ള ഒരു മാർഗമാണ്. അതായത് രക്തത്തിലൂടെ അല്ലെങ്കിൽ ഗുളികീയ രൂപത്തിൽ മരുന്ന് കൊടുത്ത് ക്യാൻസറിന്റെ അണുക്കളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 2 അസുഖങ്ങളും ചികിത്സയിലുള്ള വ്യത്യാസം വരുന്നത്. കുടലിന്റെ ക്യാൻസർ, അതായത് കൊളോണിക് ക്യാൻസറിന് നമുക്ക് ശസ്ത്രക്രിയയും സിസ്റ്റമിക് തെറാപ്പി, അതായത് കീമോതെറാപ്പി പോലുള്ള ചികിത്സാ രീതികളുമാണ് ഉപയോഗത്തിൽ വേണ്ടത്. അതേസമയത്ത് മലദ്വാരത്തിന്റെ ക്യാൻസർ, റെക്ടൽ ക്യാൻസറിന് നമുക്ക് റേഡിയേഷനും കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനു മുമ്പായി നമ്മൾ എങ്ങനെയുള്ള ചികിത്സ തീരുമാനിക്കുന്നത് അതിന്റെ അസുഖത്തിന്റെ സ്റ്റേജ് അനുസരിച്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കി അസുഖം ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കും. അതിൽ നിന്ന് ബയോപ്സി എടുത്ത് അത് ഏത് രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കും. എന്നിട്ട് നമ്മൾ അസുഖം എവിടെയൊക്കെ വ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒന്നുകിൽ CT സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ എന്നുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. അത് വയറിനുള്ളിൽ എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട്, കുടലിന്റെ വെളിയിലേക്ക് എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട്, കുടലിന് ചുറ്റുമുള്ള കടലുകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ നമ്മളെ ഈ സ്കാനുകൾ സഹായിക്കും. ഇതിനോടൊപ്പം തന്നെ പെറ്റ് സ്കാൻ പോലുള്ള കൂടിയ സ്കാനുകൾ നമുക്ക് ചെയ്ത് നോക്കിയാൽ ശരീരത്തിൽ എവിടെയൊക്കെ അണുക്കളുണ്ട് എന്നുള്ളത് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിനുശേഷം നമ്മൾ കുടലിന്റെ ക്യാൻസർ ആണെങ്കിൽ മിക്കവാറും ആദ്യമേ ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത്. കുടലിന്റെ ക്യാൻസർ മറ്റ് ഭാഗങ്ങളിലേക്ക് പിടിച്ചിട്ടുണ്ട്, അതായത് ചുറ്റുമുള്ള അവയവങ്ങളിലേക്ക് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ശസ്ത്രക്രിയ വഴി പൂർണ്ണമായിട്ട് നീക്കാൻ സാധിക്കുകയില്ല എന്നുള്ള അവസ്ഥകൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ കീമോതെറാപ്പി ആദ്യം കൊടുത്തതിന് ശേഷം ശസ്ത്രക്രിയയിലേക്ക് പോകുന്നത്. അതേസമയം മലദ്വാരത്തിന്റെ ക്യാൻസർ ആണെങ്കിൽ അത് നമ്മൾ ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്യുന്നതിനേക്കാളും അതിന്റെ അണുക്കൾ ചുറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അസുഖം തിരിച്ചു വരുന്നത് ഏറ്റവും കൂടുതൽ ആ മലദ്വാരം ഇരുന്നതിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങളാണ്. അപ്പൊ അതിനെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി റേഡിയേഷന്റെ സഹായം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ റേഡിയേഷൻ ആദ്യം എടുത്തതിന് ശേഷമായിരിക്കും പലപ്പോഴും സർജറി ചെയ്യുന്നത്. കീമോതെറാപ്പി റേഡിയേഷന് കൂടെയോ അല്ലെങ്കിൽ റേഡിയേഷന് ശേഷമോ അല്ലെങ്കിൽ സർജറിക്ക് ശേഷമോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 2 അസുഖങ്ങളുടെയും ചികിത്സയിൽ ഉണ്ടാകുന്ന വ്യത്യാസം. നാലാമതായിട്ടുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇതിന് ശേഷം കുടലിന്റെ ക്യാൻസർ ഉണ്ട്, അതിന് ചികിത്സ ചെയ്തു, അതിനുശേഷം എങ്ങനെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമുക്ക് ഈ പറഞ്ഞ കൊളോണോസ്കോപ്പി തന്നെ ഒരു 1 തൊട്ട് 3 വർഷത്തിന് ഒരിക്കൽ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്, ക്യാൻസർ തിരിച്ചു വന്നോ എന്നുള്ള അറിയാൻ വേണ്ടി. രണ്ടാമതായി CE എന്ന് പറഞ്ഞ ടെസ്റ്റ്, നമ്മൾ പ്രോഗ്നോസ്റ്റിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞ ടെസ്റ്റ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നതിലൂടെ അസുഖം തിരിച്ചു വന്നിട്ടുണ്ടോ എന്നുള്ളതും അറിയാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, ക്യാൻസർ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായി ചികിത്സിക്കാൻ പറ്റുമോ, ചികിത്സിച്ച് അസുഖം മാറ്റാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. അതായത് 4ാമത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ കുടലിന്റെ ക്യാൻസർ ചികിത്സിച്ച് നമുക്ക് ഭേദമാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത് എവിടേക്ക് വ്യാപിച്ചു, എത്രത്തോളം വ്യാപിച്ചു എന്നുള്ള ചോദ്യങ്ങൾ അനുസരിച്ചാണ് അതിന്റെ കാര്യം തീരുമാനിക്കുന്നത്. വളരെ ചുരുക്കമേറിയാലേ ഉള്ളൂ, അതായത് ഒരു 5ൽ താഴെ ഉള്ളൂ അസുഖം വ്യാപിച്ചിരിക്കുന്നത്, ഒരു അവയവത്തിൽ മാത്രമേ 1 2 അവയവത്തിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അവയും കൂടെ നീക്കം ചെയ്താൽ, റേഡിയേഷൻ കൊണ്ടോ സർജറി കൊണ്ടോ അല്ലെങ്കിൽ കരിച്ചു കളയോ ചെയ്താൽ നമുക്ക് ആ അസുഖം പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ വ്യാപകമായ അസുഖമുണ്ട്, നമുക്ക് നീക്കം പറ്റുന്നതിനെക്കാട്ടും കൂടുതൽ അസുഖം ഉണ്ട് എന്ന് കണ്ടാൽ നമുക്ക് കീമോതെറാപ്പി പോലുള്ള ചികിത്സ അല്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി പോലുള്ള ചികിത്സകൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ കുടലിന്റെ ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും, നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിലൂടെ തടയാൻ സാധിക്കും, അതുപോലെ സ്ക്രീനിങ്ങിലൂടെ നേരത്തെ അത് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാധിക്കും, ചികിത്സിച്ചാൽ പൂർണ്ണമായിട്ട് മാറാൻ സാധിക്കും. അപ്പോൾ ജാഗ്രതയാണ് വേണ്ടത്, ഭയമല്ല. നന്ദി, നമസ്കാരം.